യോശുവയുടെ പുസ്തകം 18-ാം അധ്യായത്തെ ആസ്പദമാക്കിയിട്ടുള്ള ബൈബിൾ ക്വിസിലേക്ക് ഏവർക്കും സ്വാഗതം. ചോദ്യങ്ങളുടെ ഉത്തരങ്ങളോടൊപ്പം തന്നെ ബൈബിൾ റെഫറൻസ് കൂടി കൊടുക്കുന്നുണ്ട്. നിങ്ങളിത് പഠിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ബൈബിൾ റെഫറൻസ് കൂടി നോക്കിയിട്ട് വേണം പഠിക്കാൻ. ഇനി ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ഇസ്രായേൽ മക്കളുടെ സഭ മുഴുവനും എവിടെ ഒന്നിച്ചുകൂടിയാണ് സമാഗമന കൂടാരം നിർത്തിയത്? ഷീലോവിൽ. ഷീലോവിൽ വെച്ച് ഒന്നിച്ചുകൂടിയ ഇസ്രായേൽ മക്കൾ അവിടെ എന്താണ് സ്ഥാപിച്ചത്? സമാഗമന കൂടാരം. യോശുവയും ഇസ്രായേൽ മക്കൾ മുഴുവനും ഷീലോവിൽ ഒന്നിച്ചുകൂടി വന്നതിന് എന്തു പേരാണ് വിളിച്ചിരുന്നത്? ഇസ്രായേൽ മക്കളുടെ സഭയെന്ന്. ഇസ്രായേൽ മക്കളിൽ അവകാശം ഭാഗിച്ചു കിട്ടാതിരുന്ന ഗോത്രങ്ങൾ എത്ര? 7 ഗോത്രങ്ങൾ. ഇസ്രായേൽ മക്കൾ എന്തിനു മടിച്ചിരിക്കുന്നു എന്നാണ് യോശുവ പറഞ്ഞത്? പിതാക്കന്മാരുടെ ദൈവമായ യഹോവ അവർക്ക് കൊടുത്തിരിക്കുന്ന ദേശം കൈവശമാക്കാൻ പോകുന്നതിന്. ദേശം കൈവശമാക്കുവാൻ പോകുന്നതിന് മടിച്ചിരുന്ന ഗോത്രങ്ങൾ ഏതെല്ലാം? ശിമെയോൻ, ഇസാഖാർ, സെബൂലൂൻ, ബെന്യാമിൻ, ദാൻ, നഫ്താലി, ആശേർ ഗോത്രങ്ങൾ. ദേശത്തുകൂടി സഞ്ചരിച്ച് തങ്ങൾക്ക് അവകാശം കിട്ടേണ്ട പ്രകാരം കണ്ടെഴുതി വരേണ്ടതിന് എത്ര പേരെയാണ് യോശുവ അയച്ചത്? ഓരോ ഗോത്രത്തിൽ നിന്നും 3 പേരെ. ഓരോ ഗോത്രത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത 3 പേർ എന്താണ് ചെയ്യേണ്ടിയിരുന്നത്? ദേശത്തുകൂടി സഞ്ചരിച്ച് തങ്ങൾക്ക് അവകാശം കിട്ടേണ്ട പ്രകാരം ദേശം 7 ഭാഗമായി കണ്ടെഴുതി യോശുവയുടെ അടുക്കൽ കൊണ്ടുവരേണം. തൻ്റെ അതിർത്തിക്കകത്ത് തെക്ക് പാർക്കേണ്ടതാര്? യഹൂദ. തൻ്റെ അതിർത്തിക്കകത്ത് വടക്ക് പാർക്കേണ്ടതാര്? യോസേഫിന്റെ കുലം. യഹോവയുടെ പൗരോഹിത്യം ആരുടെ അവകാശമാണ്? ലേവ്യരുടെ അവകാശം. യോർദാന്റെ കിഴക്ക് മോശ വിഭാഗിച്ച പാതിഗോത്രം ഏതായിരുന്നു? മനശ്ശെയുടെ ഗോത്രം. ദേശം കണ്ടെഴുതുവാൻ പോയ 3 പേർക്ക് യോശുവ നൽകിയ ദൗത്യം എന്തായിരുന്നു? ദേശത്തുകൂടി കടന്ന് നഗര വിവരത്തോടുകൂടെ ഒരു പുസ്തകത്തിൽ 7 ഭാഗമായി എഴുതി യോശുവയുടെ അടുക്കലേക്ക് മടങ്ങി വരണം. 7 ഭാഗമായി ഭാഗിച്ച് കണ്ടെഴുതിയ ദേശങ്ങൾ യോശുവ എങ്ങനെ ഓരോ ഗോത്രങ്ങൾക്കായി വിഭാഗിച്ചു? യഹോവയുടെ സന്നിധിയിൽ വെച്ച് ചീട്ടിട്ട്. യോശുവ ഇസ്രായേൽ മക്കളിൽ ശേഷിച്ച 7 ഗോത്രങ്ങൾക്ക് ഗോത്രവിഭാഗപ്രകാരം ദേശം വിഭാഗിച്ചു കൊടുക്കുവാനായി ചീട്ടിട്ടത് എവിടെ വെച്ചാണ്? ഷീലോവിൽ യഹോവയുടെ സന്നിധിയിൽ വെച്ച്. യഹൂദായുടെ മക്കളുടെയും യോസഫിന്റെ മക്കളുടെയും മധ്യേ അവകാശം കിട്ടിയത് ആർക്കാണ്? ബെന്യാമിൻ മക്കൾക്ക്. ബെന്യാമിൻ മക്കളുടെ ഗോത്രത്തിന് അവരുടെ അവകാശത്തിന്റെ അതിർ ഏത് ഗോത്രങ്ങളുടെ മധ്യയാണ് കിടക്കുന്നത്? യഹൂദ മക്കളുടെയും യോസഫിന്റെ മക്കളുടെയും മധ്യേ. ബത്തേലിന്റെ മറ്റൊരു പേരെന്ത്? ലൂസ്. കിരിയത്ത് യെയാരീം ആരുടെ പട്ടണമാണ്? യഹൂദ മക്കളുടെ പട്ടണം. രൂബേന്റെ മകനായ ബോഹാന്റെ കല്ല് അതിരായുള്ള 2 ഇസ്രായേൽ ഗോത്രങ്ങൾ ഏതെല്ലാം? യഹൂദ ഗോത്രവും ബെന്യാമിൻ ഗോത്രവും. അവർ പുറപ്പെട്ട് ദേശത്തുകൂടി സഞ്ചരിച്ച് തങ്ങൾക്ക് അവകാശം കിട്ടേണ്ട പ്രകാരം കണ്ടെഴുതി എൻ്റെ അടുക്കൽ മടങ്ങി വരേണം. ആര് ആരോട് പറഞ്ഞു? യോശുവ ഇസ്രായേൽ മക്കളോട്. നിങ്ങൾ ചെന്ന് ദേശത്തുകൂടി സഞ്ചരിച്ച് കണ്ടെഴുതുകയും ഞാൻ ഇവിടെ ഷീലോവിൽ യഹോവയുടെ സന്നിധിയിൽ വെച്ച് നിങ്ങൾക്ക് വേണ്ടി ചീട്ടിടേണ്ടതിന് എൻ്റെ അടുക്കൽ മടങ്ങി വരികയും ചെയ്യുവിൻ. ആര് ആരോട് പറഞ്ഞു? ദേശം കണ്ടെഴുതുവാൻ പോയവരോട് യോശുവ പറഞ്ഞതാണ് ഈ വേദഭാഗം. ബെന്യാമിൻ ഗോത്രത്തിന് എത്ര പട്ടണമാണ് ദേശത്ത് അവകാശമായി ലഭിച്ചത്? 14 പട്ടണം. 7 ഗോത്രങ്ങൾക്കുള്ള ദേശം വിഭാഗിക്കുന്ന വിവരണം നൽകിയിരിക്കുന്ന അധ്യായങ്ങൾ ഏതെല്ലാം? യോശുവ 18, 19 അധ്യായങ്ങൾ. യോശുവയുടെ പുസ്തകം 18-ാം അധ്യായം പഠിക്കാൻ ശ്രമിച്ച നിങ്ങളെ ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ആൻഡ് ഗോഡ് ബ്ലസ് യു.